റസാക്കിനോട് പറഞ്ഞു, ഇക്ക എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഇക്കാക്കമാരെയും കാണാൻ പൂതിയാവുന്നു, ഞാനൊന്ന് വീട് വരെ പോയിക്കോട്ടെ. അപ്പൊ തന്നെ റസാഖ് പറഞ്ഞു, ഉമ്മയോടും ഇത്താത്തയോടും ചോദിച്ചിട്ട് പോയിക്കോ. അവൾ കുറച്ച് കഴിഞ്ഞ് ഉമ്മയോട് പോയി ചോദിച്ചു. അത് കേട്ട് ഉമ്മ പറഞ്ഞു, അതൊന്നും നടക്കില്ല, ഇവിടുത്തെ പണിയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഉമ്മ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 1 മാസമായി, ഷാനി പറഞ്ഞു. അതിനെന്താ, എല്ലാ മാസവും പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഉമ്മയുടെ മറുപടി ഷാനിയെ നിശബ്ദയാക്കി. അവൾ റസാഖിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് റസാഖ് പറഞ്ഞു, അവർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. റസാഖിന്റെ ഈ സ്വഭാവം ഷാനിയെ വല്ലാതെ സങ്കടത്തിലാക്കി. അവൾക്ക് വീട്ടിൽ പോവാൻ കഴിഞ്ഞില്ല എന്നതിലുപരി റസാഖ് തനിക്ക് വേണ്ടി സംസാരിക്കാത്തതിനാൽ അവളെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഷാനിയുടെ ഉപ്പയും ഉമ്മയും ഷാനിയെ കാണാൻ റസാഖിന്റെ വീട്ടിലെത്തി. അവരെ കണ്ടതും ഖദീജ അവരെ കാണാത്ത ഭാവത്തിൽ അകത്തേക്ക് പോയി. ഇത് ഷാനിയുടെ മാതാപിതാക്കളെ വളരെയേറെ വിഷമിപ്പിച്ചു. ഷാനിയുടെ ഉമ്മ ഷാനിയോട് ചോദിച്ചു, മോൾക്ക് ഇവിടെ സുഖമാണോ മോളെ? അവൾ ഒരു നിമിഷം ആലോചിച്ച് പറഞ്ഞു,